ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ. കുറച്ച് ദിവസം ചേട്ടായും പിള്ളേരൊക്കെ പൊതിച്ചോറാക്കി തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചെന്നാൽ അവർ ഇന്നൊന്ന് ആക്കിയാക്കാം, അപ്പോൾ വീഡിയോയും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം എല്ലാവരും എപ്പോഴും പൊതിച്ചോറിൽ എന്തൊക്കെയാണ് കറികളുണ്ടാകുന്നത് അതൊക്കെ തന്നെയാണ് എൻ്റെ പൊതിച്ചോറിലുള്ള. പ്രത്യേകിച്ച് കൂടുതലായിട്ടോ കുറവായിട്ടോ ഒന്നുമില്ല. എങ്കിലും ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കൂണ് തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തോരനായിട്ട് കൂണ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കായാലും ഇഷ്ടമാണ് കൂണിങ്ങനെ തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാ തോരൻ വെക്കുന്ന പോലെ, വെള്ളമൊന്നും ഒഴിക്കാറില്ല, എണ്ണയും കടുകൊക്കെ പൊടിച്ചിട്ട് തോരൻ സാധാ പോലെ വെക്കും. പിന്നെ എല്ലാ പൊതിച്ചോറിലും ഒരു ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാവുമല്ലേ, ഉരുളക്കിഴങ്ങ് തോരനില്ലാതെ എന്തൊരു പൊതിച്ചോറല്ലേ. അതുപോലെ തന്നെ ഞാനും ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, മസാലപ്പൊടി ഇട്ടിട്ട്, അതായത് കുറച്ച് മീറ്റ് മസാലയും സവോളയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് സാധാ ഉരുളക്കിഴങ്ങ് തോരൻ അങ്ങനെ എണ്ണ ഒക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് സാധാ ഒരു ഉരുളക്കിഴങ്ങ് തോരൻ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു, കാരണം ഇനിയിപ്പം അടിയിലൊന്നും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. ഇതിപ്പം ഉരുളിയിലായതുകൊണ്ട് അലുമിനിയം പാത്രമല്ലേ, ചിലപ്പോൾ അറിയത്തില്ലല്ലോ അങ്ങനെയെന്ന്. പിന്നെ അടി പിടിച്ച് ഇനിയിപ്പം കളയണ്ട, ഒരു പരീക്ഷണത്തിന് വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ഇനി കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് ചമ്മന്തി കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, പൊതിച്ചോറിലത്തി സാധനത്തിന് ഉൾപ്പെടുത്തിയിട്ടില്ല, മറന്നുപോയി. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ ചമ്മന്തിയുടെ കാര്യം ആലോചിക്കുന്നത്. തേങ്ങയൊക്കെ ചിരണ്ടി ഇത് വറ്റൽമുളകൊക്കെ ഞാൻ നല്ല ചുട്ടൊക്കെ എടുത്ത് അരച്ച ചമ്മന്തിയാണ്. എന്നിട്ടല്ല കുറച്ച് കറിവേപ്പിലയും ഒരു പുളിക്ക് വേണ്ടി ഇച്ചിരി വാളംപുളി ഇട്ടിട്ട് പിന്നെ ഒരു കുഞ്ഞ് സവോളയും കൂടി മുറിച്ചിട്ടിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുത്തു. ഇത്ര വളരെ ഈസിയായി. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഞാൻ കഴിച്ചൊക്കെ നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ പൊതിച്ചോറിനകത്ത് വരാനുള്ള ഭാഗ്യം ചമ്മന്തിക്ക് ഇല്ലായിരുന്നു തോന്നുന്നു. അതോ ഇനി ആ ചമ്മന്തി കൂട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഓർത്തില്ല. എന്തായാലും ചമ്മന്തി ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അനങ്ങാതെ പാത്രത്തിൽ ഇരിപ്പുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടാം. അപ്പോൾ കൂണൊക്കെ ഓൾമോസ്റ്റ് അവിടെ റെഡി ആയി കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചു. ഇനി ഇപ്പുറത്ത് ഉരുളക്കിഴങ്ങായാലും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉരുളക്കിഴങ്ങ് മസാല ഇട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. പിന്നെ പൊതിച്ചോറായാലും തുറക്കുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ടാവില്ല മസാലയുടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. പിന്നെ നമുക്കിവിടെ പറമ്പിലെ ഇലയൊന്നുമില്ല കേട്ടോ, നമ്മുടെ മുറ്റത്തൊരു സാധനവുമില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു കുഞ്ഞു വാഴത്തോട്ടമുണ്ട്. ഒരു 3-4 വാഴ അത്രയേ ഉള്ളൂ. വാഴത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. തോട്ടം എന്ന് പറഞ്ഞാൽ വാഴത്തോട്ടമുള്ളവർ തന്നെ ഓടിക്കുമല്ലേ. ഒരു 3-4 വാഴകളിങ്ങനെ കാട്ടുവാഴ എങ്ങനെ ഉണ്ടേ വന്നിരിക്കുന്ന. അപ്പോൾ അവിടുന്ന് പോയിട്ട് ഇച്ചിരി വാഴയില വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ജുവാനാണെങ്കിൽ വാഴ വെട്ടാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാതൊന്നും പറയുകയും ചെയ്തു നമുക്ക് വാഴയില വെട്ടാൻ പോവാന്ന്. പിന്നെ ഒരു സമാധാനം കൊച്ചു തരുന്നില്ല. എന്നാൽ പിന്നെ നട്ടുച്ചയ്ക്ക് ആ വെയിൽ തൈനയും കൂട്ടി ഞങ്ങൾ പോയി. ശരിക്കും പൊതിച്ചോറ് രാവിലെ ആക്കി വെക്കണം, എന്നാലും ആ പൊതിയുടെ ടേസ്റ്റൊക്കെ ഇത്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഉച്ചയാകാറായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറയാം ചെടി. അത് മതിൽ ഫുള്ളാകുമ്പോൾ നല്ല ഭംഗിയാണ് മതിലിങ്ങനെ കാണാൻ വേണ്ടി. അത് ഞാൻ നട്ടു വെച്ചേക്കുന്ന 1 വർഷമായപ്പോൾ അത് അത്രയ്ക്കുമായി കേട്ടോ. ഇത് ജുവാനാണ് വീഡിയോ പിടിക്കുന്നത്. ഞാൻ വാഴയില വെട്ടുമ്പം ഓൻ്റെ കുഞ്ഞു കൈയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി തിരിച്ച് നമ്മുടെ വീടായിട്ടാണ് കണ്ടത്. വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തുള്ള തിരിച്ച് അവനെ കൊണ്ട് ഇറങ്ങിപ്പോൾ. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇലയെല്ലാം കൊണ്ട് വെച്ചിട്ട് ഇനിയിപ്പം ചോറും എല്ലാം സെറ്റായിരുന്നു. അപ്പം പൊതി കെട്ടാനാകുമ്പോൾ മുട്ട പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അന്നേരം മുട്ട പൊരിക്കാനത് 2 കൊണ്ടാട്ടവും ആക്കി. കൊണ്ടാട്ടമാകാൻ ഞാൻ മാത്രമേ തിന്നുള്ളൂ, ഒരു സ്റ്റൈലിന് 3 അങ്ങ് ആക്കിയെന്നേ ഉള്ളൂ. മുട്ടയും കൂടി പൊരിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് വേണ്ട കറികളെല്ലാം സെറ്റായി. ചോറ് ഓൾറെഡി ഞാൻ റൈസ് കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട എല്ലാവർക്കും ഓരോ കുഞ്ഞാക്കി പൊരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആക്കി. നല്ലൊരു രസം, മുറിച്ചെടുക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കട്ടെ ആർഭാട്, എന്തായാലും കഷ്ടപ്പെട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും അങ്ങനെ മുഴുവനോടെ മുട്ട അങ്ങ് പൊരിച്ചു കൊടുത്തു കേട്ടോ. പിള്ളേർക്ക് ഉണ്ടവർക്കും ഒരെണ്ണം പൊരിച്ചിട്ട് നടുവേ അങ്ങ് മുറിച്ച് കൊടുക്കും. അതേ കാരണം പിന്നെ ആയപ്പോഴേക്കും എനിക്ക് മടിയായത്, കുറേ ആയി ഇങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇല ഓൾറെഡി ഞാൻ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് വാട്ടിയെടുത്തു. ഇല നല്ലോണം വാട്ടണമായിരുന്നു, പക്ഷേ എൻ്റെ നടുക്കത്തെ ആ കമ്പ് വാടിയില്ല. അന്നേരം എന്ത് ചെയ്തു, ഇതിങ്ങനെ മടക്കുമ്പം അങ്ങോട്ടത് പൊട്ടിപ്പോയി. അതിന് കുഴപ്പമൊന്നുമില്ലാതെ കിട്ടി കേട്ടോ. പൊതിച്ചോറിന് ഫസ്റ്റ്
ചോറ് വിളമ്പി. ഇങ്ങനെയാണ് വിളമ്പുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പൊതിച്ചോറ് കെട്ടുന്നത്. വീട്ടിൽ നിന്ന് അമ്മ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം കോളേജിലൊക്കെ പോകുമ്പോഴും ജോലിക്ക് പോകുന്ന സമയത്തേക്കിനെ കിട്ടിത്തരുമായിരുന്നു. എന്താ രുചിയല്ല. ഉച്ചയ്ക്ക് അതിങ്ങ് തുറക്കുമ്പം കൂണ് തോരൻ വെച്ചു, മുട്ട ഓംലെറ്റ് വെച്ചു, ചമ്മന്തി ആ സൈഡിൽ ഇരിക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ, മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ ഒരു സങ്കടം. നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നേ. ഉരുളക്കിഴങ്ങ് തോരനും വെച്ചു, അച്ചാറും വെച്ചു, കൊണ്ടാട്ടവും വെച്ചു, കെട്ടി. പൊതിച്ചോറ് റെഡി അല്ലേ? എനിക്കും ചേട്ടായിക്കും വലിയ പൊതിയും പിള്ളേർക്ക് രണ്ടുപേർക്കും 2 കുഞ്ഞി പൊതിയും. അങ്ങനെ ആക്കി പൊതിച്ചോറ് സെറ്റ്. ഇപ്പോൾ ആരും ഇങ്ങനെ പൊതിച്ചോറൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. എല്ലാവരും പാത്രത്തിലും അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം എന്താ പറയണ്ടേ, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ആക്കെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ആക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. അവരായാലും മറ്റേ പാത്രത്തിൽ ചോറ് വിളമ്പി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടത്തോടു കൂടി വാഴയിലേക്ക് ആയതുകൊണ്ടായിരിക്കും ഒരു വാരിയൊക്കെ കഴിക്കും കേട്ടോ. ഇത് പിന്നെ ഞാൻ ആക്കിയപ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു. ശരിക്കും ആ പൊതിച്ചോറിൻ്റെ രുചിയും മണവും ഒക്കെ വരണമെങ്കിൽ നമ്മൾ രാവിലെ കെട്ടി സെറ്റാക്കി വെക്കണം. 2-3 മണിക്കൂറെങ്കിലും ചോറ് അങ്ങനെ ഇരിക്കണം. എന്നാലും അതിൻ്റെ ശരിക്കുള്ളൊരു പൊതിച്ചോറിൻ്റെ ഇതായി വരത്തുള്ളൂ. എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ചേട്ടായി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇല ശരിക്കും അങ്ങ് വാടാത്തതുകൊണ്ട് അതിങ്ങനെ മടക്കുമ്പം പൊട്ടിപ്പോകുന്നത്. അങ്ങനെ അതിപ്പം പിള്ളേരുടെ കുഞ്ഞു പൊതിയായിരുന്നു ഒന്ന് റെഡിയാക്കിയത്. പിന്നെ ഇല ഓൾറെഡി അവിടുന്ന് ഞങ്ങൾ വെട്ടിക്കൊണ്ട് വരുന്ന വഴിക്കായാലും പൊട്ടിയും പോയായിരുന്നു. ജുവാൻ പിടിച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ഇല കുറേ കീറിപ്പോയതുണ്ടല്ലേ. പിന്നെ ഇല വേറെ എവിടെ ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ പുറത്ത് വേറെ ഇലയൊക്കെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ട് 4 പൊതി റെഡിയാക്കി ഞങ്ങൾക്ക് 4 പേർക്ക്. പിന്നെ കഴിക്കുക കേട്ടോ. 2-3 പേരും കൂടി ഇരുന്ന് കഴിക്കും. നോക്ക്, ജോഷുവായിക്ക് ടിവിയുടെ മുമ്പിൽ നിന്ന് കഴിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു ഇഷ്ടക്കുറവുമുണ്ട്. എന്നാൽ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ആ ഇഷ്ടക്കുറവ് അവന് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോ വരുമ്പോൾ അവൻ ചിരിക്കും, പിന്നെ മുഖം വെളുപ്പിച്ച് വെക്കും. ജുവാൻ അച്ചാറാണ് തൊട്ട് നിൽക്കുന്നത്. എല്ലാവരും ഡ്രോൺസിലൂടെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ഉരുള വാരി വെക്ക്, ഞാനത് വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി കഴിക്കുന്നത് കാണിക്കണ്ട, വാരുന്നത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജുവാനോടും പറഞ്ഞു. അവനും എല്ലാവരും വരുന്നു. ജുവാൻ എന്തോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നാ നിർത്തില്ല, അച്ചാർ എന്തോ തൊട്ടതാന്ന് തോന്നുന്നു. എന്തായാലും കഴിക്കുന്നുണ്ട്. എന്തായാലും പിള്ളേരൊക്കെ മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ രണ്ടുപേരും കഴിച്ചു കേട്ടോ. അപ്പം എല്ലാവരും പൊതിച്ചോറൊക്കെ വല്ലപ്പോഴൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കേ.